നടത്തണം, അല്ലാതെ രക്ഷയില്ല. പ്രൈസ് ലോർഡ്. അതെ, യൂട്രസ് മുഴുവൻ പഴുപ്പ് പാത്തിലൊക്കെ ആയിരുന്നു. മുറിഞ്ഞ ഭാഗം മുതൽ പഴുപ്പ് കയറി. ഇനി ഓപ്പറേറ്റ് ചെയ്ത് എടുത്തു കളഞ്ഞാലേ പറ്റത്തുള്ളൂ. ആ വിധത്തിലാണ്. അതുകൊണ്ട് പ്രൈസ് ലോർഡ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അദ്ദേഹം കോണ്ടാക്ട് ചെയ്യാം, ഓപ്പറേഷൻ നടത്തി ഫ്രീ ആയിട്ട് നടത്താമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, എനിക്ക് ആരുമില്ല, അവരാരെങ്കിലും വന്ന് എന്നെ കണ്ടാൽ അതെ പഴയതിലും അധികമായിട്ട് എന്നെ ഉപദ്രവിച്ചിട്ട് കടന്നു പോകും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. 4 മണിക്ക് പോകേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ഡോക്ടർമാരോടൊക്കെ അനുവാദം ചോദിച്ച് അവരിങ്ങനെ അനുവദിച്ചു, മോർച്ചറിയോട് ചേർന്ന് ഇടനാഴിയിൽ കിടത്തിക്കൊള്ളാൻ, എഴുന്നേറ്റ് നടക്കാറാകുമ്പോൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ പ്രൈസ് പഴുപ്പ് മാറാനും അതെ ഹല്ലേലൂയ അതെ എനിക്ക് ആരോഗ്യം വീണ്ടും വരാനുള്ള ചികിത്സ അതെ മരുന്നൊക്കെ തരാനായിട്ട് അവിടെ കൊണ്ടുപോയി കിടത്തി. അവിടെ കിടക്കുന്ന സമയത്ത് പഴുപ്പ് മാറുന്നതിന് പകരം അനുദിനം പഴുപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ശരീരം വീർത്തു വന്നുകൊണ്ടിരുന്നു. വേദന സഹിപ്പാൻ കഴിയാതെ രാവും പകലും നിലവിളിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് അവിടെ കിടന്നു. പ്രൈസ് മരണത്തോട് അടുത്തുകൊണ്ടിരുന്നു. 10 ദിവസം കിടന്നു. ഡോക്ടേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ അങ്ങ് ഭാരമായി. കാരണം ആരും വരുന്നുമില്ല. ഇവിടെ നിന്ന് പ്രൈസ് ഞാൻ ഇനി മരിക്കും എന്ന് തന്നെ അവർക്ക് തോന്നി. ഹല്ലേലൂയ. അവർ മരണത്തിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് 10-ാം ദിവസം എൻ്റെ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നവരെന്ന് വിവരം അറിഞ്ഞു. പൊതുശ്മശാനത്തിൽ എന്നെ അടക്കിയെന്ന്. ഇതറിഞ്ഞും കൊണ്ട് ഒരു യാസീൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ഓതുന്നത്, അത് ഓതാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിക്കുക ഏത് ഭാഗത്താണ് ഈ ശ്മശാനമെന്ന്. അപ്പോൾ പറഞ്ഞു ഇവിടെ കിടപ്പുണ്ടെന്ന്. വന്നെന്നെ കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അതെ ചുമ്മനമൊക്കെ തന്നിട്ട് പറഞ്ഞു, മക്കളെ നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ നീ മരിച്ചുപോയെന്ന് വിശ്വസിക്കുന്ന നിന്റെ പിതാവിനെ എനിക്ക് ഭയമാണ്. പ്രേക്ഷകർ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. ഞാൻ വലിയ വായിൽ നിലവിളിച്ചു എന്നെ കൊണ്ടുപോകണമെന്നൊക്കെ. പക്ഷെ അവർ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ എന്നെ പ്രസവിച്ച സ്ത്രീ വരെയും എൻ്റെ മാതാവ് വരെയും ഉമ്മ വരെയും തള്ളിക്കളയാൻ തക്കവണ്ണം നീ എന്തിനാ കർത്താവെ ഇവിടെ എന്നെ ഇപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? എൻ്റെ പ്രാണനെ എടുത്തുകൂടെ ദൈവമേ? ഈ പഴുത്തു വീർത്ത ശരീരത്തിൽ അതെ പ്രാണനെ ശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനാ? എങ്ങനെ ഞാൻ നിന്റെ വേല ചെയ്യുന്നത് എന്ന് ചോദിച്ച് കരയുമ്പോൾ ഞാൻ കിടക്കുന്ന ഭാഗത്ത് തേനീച്ചക്കൂടിന്റെ ഇരമ്പൽ പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ താഴെയാണ് കിടക്കുന്നത്. എൻ്റെ ശരീരം വെന്റിൽ കിടത്താൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടേഴ്സ് ഇറക്കി ഒരു ബെഡ്ഷീറ്റ് താഴെ ഇട്ടിട്ട് ഒരു ബെഡ്ഷീറ്റ് ഡെഡ് ബോഡിക്ക് പുതപ്പിക്കുന്ന പോലെ പുതപ്പിച്ചിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ അതെ പ്രസവിച്ച സ്ത്രീ നിന്നെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അവന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നുവെന്ന്. ഈ ശബ്ദത്തിന്റെ ശക്തി എൻ്റെ തല മുതൽ അതെ പെരിക്കാല് വരെ പെരുവിരൽ വരെ കയറി ഇറങ്ങുന്നതായി വ്യാപരിക്കുന്നതായി തോന്നി. പെട്ടെന്ന് ദൈവശക്തിയാൽ ഞാൻ പരിസരം മറന്ന് ചാടി എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ എന്നെ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഊതി വീർത്തിരുന്ന എൻ്റെ ശരീരത്തിലെ വീർത്തിരിക്കുന്ന അനുഭവം കാണാനില്ല. വയറൊക്കെ നേരെ അത് അമർന്നിട്ടുണ്ട്. കൺപോളയൊക്കെ തുറന്നിട്ടുണ്ട്. നീരുകൊണ്ട് കൺപോളയൊക്കെ അടഞ്ഞു പോയിരുന്നു. അതൊക്കെ തുറന്നിട്ടുണ്ട്. വേദനയില്ല. പിന്നെയും ചാടി നോക്കി, വേദനയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ എനിക്ക് അപ്പോൾ ഇങ്ങനെ തോന്നി, ഞാൻ മരിച്ചു, അതെ സ്വർഗത്തിൽ എത്തി, പ്രൈസ് ദൈവത്തോടു കൂടെ ആയിരിക്കുമെന്ന് ഇപ്പം. എന്നാൽ പിന്നെ എനിക്ക് മനസ്സിലായി, അതെ മരിച്ചു 4 ദിവസമായ ലാസറിനോട് എൻ്റെ കർത്താവ് പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന്. അവൻ ജീവൻ പ്രാപിച്ച് ബലം പ്രാപിച്ച് അഴുകി തുടങ്ങി അവന്റെ ശരീരം അതെ പ്രൈസ് ദി ലോർഡ് യഥാസ്ഥാനപ്പെട്ട് അവൻ പുറത്തു വന്നുവെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ശരീരത്തിൽ അതുപോലെ സംഭവിച്ചു. ഹല്ലേലൂയ. ഞാൻ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ഉള്ളത്തിൽ ഇങ്ങനൊരു ചിന്ത വന്നു. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ വ്യക്തിയെ കർത്താവ് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവർ ചോദിച്ചു, ഇവനെ ഇവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടാണ് ഇങ്ങനെയായത്? കർത്താവ് പറഞ്ഞു, ദൈവനാമം ഇവനെ മഹത്വപ്പെടണമായിരുന്നു. അതുപോലെ ഒരു പ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഓടി 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ടെറസിൻ്റെ ഉയരെ കയറി നിന്നു. എല്ലാ ആൾക്കാരെയും വിളിച്ചു വരുത്തി. അവരോട് ഞാൻ എൻ്റെ അഡ്രസ്സും എൻ്റെ വീട്ടിൽ പോകുന്ന വഴിയും എൻ്റെ പിതാവിൻ്റെ പേരും എൻ്റെ പേരും ദൈവം എന്നെ വിളിച്ചതും എന്നെ നടത്തിയതും അതുവരെ അനുഭവങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്, അവൻ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവനിൽ വിശ്വസിച്ചാൽ ഈ ഇത്രയും മനുഷ്യരുടെ മേലും അതേ നിത്യജീവന്റെ അതേ ശക്തി വ്യാപരിക്കാൻ പോകുകയാണെന്ന് വിളിച്ചു പറഞ്ഞു. ജനത്തിന്റെ ഇടയിൽ വലിയ ആരവാരമുണ്ടായി. കാരണം അവർ കഴിഞ്ഞ നിമിഷം വരെയും കഴിഞ്ഞ തലേ രാത്രിയിലും എൻ്റെ നിലവിളി കേട്ടതാ. മരിച്ചോ എന്ന് ഡോക്ടേഴ്സ് കഴിഞ്ഞ രാത്രിയിലും വന്ന് നോക്കിയതാ. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചിന്തിച്ച് അവർ ഓടി വന്ന് എന്നെ പിടിച്ച് താഴെ ഇറക്കി കൊണ്ടുവന്നു. അവർ എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, മെഡിക്കൽ സയൻസിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് നീ പറയുന്ന യേശു പ്രവർത്തിച്ചതാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ലെന്ന്. ഹല്ലേലൂയ. അവർ തന്നെ വിശ്വസിച്ചു യേശുവിനെ. കാരണം ഇവരുടെ ഇടയിൽ അതെ ജോലി സേവനം അനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ നാളുകളായിട്ട് അവരോട് പറയുക, യേശു ജീവനുള്ളവനാണെന്ന്. അവരെല്ലാം നിന്ദിച്ചോണ്ടിരുന്നു. അവർക്കൊരു അനുഭവം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു തെളിവുണ്ടാകാൻ ദൈവം എന്നെ ഇങ്ങനെ അവിടെ കൊണ്ടുപോയെന്ന് ഞാൻ വിശ്വസിക്കുക.
ഇല്ലെങ്കിൽ ദൈവത്തിന് ആ നദിയിൽ നിന്ന് തന്നെ ആ മനുഷ്യൻ രക്ഷപ്പെടുത്തിയപ്പോൾ ഇതുപോലെ അങ്ങ് വിടുവിച്ചാൽ പോരായിരുന്നോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവർ തന്നെ ഒരു കളക്ഷൻ എടുത്തു, വലിയൊരു തുക പിരിച്ചു. ഒരു സിസ്റ്റർമാർ നടത്തുന്ന കോൺവെന്റിൽ എന്നെ കൊണ്ടുപോയി വിട്ടു. ഹല്ലേലൂയ. കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. എന്നാൽ പ്രൈസ് ദി ലോർഡ് അവർ വന്നില്ല. സിസ്റ്റർ എന്നെ ഇറക്കി വിട്ടു. എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ കാശടയ്ക്ക് ആരും വരുന്നില്ല, ഇത് സിസ്റ്റർമാരുടെ കോൺവെന്റാ. പ്രൈസ് ദി ലോർഡ്. അതേ ഹല്ലേലൂയ, അഭയാർത്ഥികൾക്കുള്ള അതേ അഭയാർത്ഥി കേന്ദ്രമൊക്കെ പലയിടങ്ങളിലുണ്ട്. ചില സ്ഥലമൊക്കെ എന്നോട് പറഞ്ഞു, അവിടോട്ട് പോകാൻ പറഞ്ഞാൽ അല്പം കാശ് തന്നു. എനിക്ക് ആ സ്ഥലവും അറിയത്തില്ല, പോകാനും അറിയത്തില്ല. ഞാൻ നേരെ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ താമസിപ്പിച്ചിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലുള്ള ദൈവമക്കളുടെ വീട്ടിലേക്ക് വന്നു. അവിടെ വരുമ്പോൾ അവർക്കൊക്കെ ഒരു ഭയം, എൻ്റെ വീട്ടുകാരനെ അവരെ ഉപദ്രവിച്ചിട്ടുള്ളതും ഇപ്പോഴും അന്വേഷിച്ച് നടക്കുന്നതും കൊണ്ട് ആരും എനിക്ക് ആശ്രയം തരത്തില്ല. 2-3 ദിവസം ആശ്രയം തന്നിട്ട് മറ്റെവിടെയെങ്കിലും പൊക്കോളാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ അവർ വേറെടുത്ത് പറഞ്ഞു വിടും. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്നടുത്തൊരു അനാഥശാലയുണ്ട്, ബൈബിൾ കോളേജ്, അതേ ആതുരാലയങ്ങളൊക്കെ ഉണ്ടെന്ന്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും, ഇങ്ങോട്ട് വിട്ട വ്യക്തികളുടെ ഒരു റെക്കമെൻഡ് ലെറ്റർ കൊണ്ടുവന്നാൽ ചേർത്തോളാന്ന് പറയും. എങ്ങോട്ടുമില്ല, ആരുമില്ല സഹായിക്കാൻ. അപ്പോഴും ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നോട് കൂടെയിരുന്നു. യേശുവിൻ്റെ ശക്തി, അതെ യേശുവിൻ്റെ പ്രവൃത്തി ഇതിനപ്പുറമായി എന്നിൽ അത്ഭുതകരമായി വെളിപ്പെടാൻ പോകുന്നു എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കഷ്ടം അതെ എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. ഇതിൻ്റെ അപ്പുറം ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ചിന്തയാണ് എനിക്ക് വലുതായിട്ട് തോന്നിയത്. ഹല്ലേലൂയ. ഞാൻ തെരുവുകളിൽ പ്രൈസ് ദി ലോർഡ് കൂടെ നടക്കും, തണലുള്ളങ്ങളിൽ ഇരിക്കും, ബൈബിൾ വായിക്കും, പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കും. ഭയങ്കരമായി വിശക്കുന്നു തോന്നിയാൽ അതെ 3-4 ദിവസം കഴിയുമ്പോൾ പഴത്തൊലികൾ കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു സമയത്ത് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നടന്നു പോകുമ്പോൾ അതെ ഇതുപോലെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ കേട്ടാൽ ഏതെങ്കിലും മൂലയിൽ കയറിയിരുന്ന് ദൈവവചനം ശ്രദ്ധിക്കും. അതെ പ്രൈസ് ദി ലോർഡ്. അതെ വെള്ളവും ചായയൊക്കെ കൊടുക്കുന്നിടമാണെങ്കിൽ അതൊക്കെ കുടിക്കും. ആർക്കെങ്കിലും മനസ്സിൽ തോന്നിയാൽ 10-20 രൂപ വന്നാൽ അതും കൂടെ മേടിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ പിന്നെയും പറയട്ടെ പ്രിയമുള്ളവരെ, എവിടെ പോയാലും എനിക്ക് പറയാതിരിക്കാൻ കഴിയാത്തതാണ്. എപ്പോഴും ഓർത്താൽ എൻ്റെ ദൈവത്തെ അതെ നന്ദി നിറഞ്ഞ് ഉള്ളത്തോടെ സ്തുതിക്കേ, അതെ സ്തുതിച്ച് അതെ പ്രൈസ് ദി ലോർഡ് ഞാൻ മഹത്വപ്പെടുത്തി പോകും. കാരണം ഒരു സമയത്ത് ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുള്ളതല്ല. കൂട്ടായ്മകളുടെ അതേ നടുവിൽ പ്രൈസ് ദി ലോർഡ് ആരെയും കാണാതെ ഒളിച്ച് ഒരു മൂലയിൽ പോയിരുന്ന് ഒരു അഭയാർത്ഥിയെ പോലെ അല്ലെങ്കിൽ ഒരു തെരുവ് അതെ ഒരു പിച്ചക്കാരിയെ പോലെ കൂനിക്കൂടിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പോസ്റ്ററുകളിൽ പരസ്യം കാണുമ്പോൾ ആ പരസ്യം കാണുന്ന കൂട്ടായ്മകളുടെ ഒരു മൂലയിൽ ഈ പറഞ്ഞതുപോലെ പോയിരുന്നു. എന്നാൽ എൻ്റെ ദൈവം എന്നെ അതേ പ്രൈസ് ദി ലോർഡ് അതേ മുമ്പന്മാരായ അതേ ഹല്ലേലൂയ ദൈവദാസന്മാരുടെ അതേ നിരയിൽ എൻ്റെ ഫോട്ടോ പേരും കൂടെ വരുമാറ് അതുപോലുള്ള കൂട്ടായ്മകളുടെ നടുവിൽ എന്നെ ഉയർത്തി എന്നെ കർത്താവിനെ എന്നെ കൊണ്ട് പ്രസംഗിക്കുമാർ എന്നെ മാനിച്ച ദൈവത്തിന്റെ പ്രവൃത്തി ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ പറയും, എൻ്റെ ദൈവം അനാഥന്റെയും അഗതിയുടെയും കൈവിടപ്പെട്ടവന്റെയും ദൈവമാണെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. അവൻ എളിയവർക്കും ദരിദ്രർക്കും ന്യായവും നീതിയും പാലിച്ചു കൊടുക്കും. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി അതെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തും. അവൻ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തിയാൽ പിന്നെ അവന്റെ ശരീരത്ത് കുപ്പയുടെ പൊടി പറ്റിയിരിക്കത്തില്ല. എപ്പോൾ ചെന്നാലും പ്രഭുക്കന്മാരുടെ ഇടയിൽ ഒരു സീറ്റ് അവന് വേണ്ടി എൻ്റെ ദൈവം മാറ്റിയിടും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹവും പ്രവൃത്തിയും ശക്തിയും അത്ഭുതവും ഇന്ന് രാത്രി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ പ്രൈസ് ദി ലോർഡ് സ്നാനം കഴിഞ്ഞു.